ഹായ്, കുറച്ച് ദിവസമായിട്ട് നമ്മളെ കാണാനില്ല. വീഡിയോ എല്ലാ വീക്കിലും 2 വെച്ചൊക്കെ വേണം. അതുപോലെ ക്വാറന്റൈൻ കൊറോണ പിടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതൊന്നുമല്ല, നമ്മുടെ SPS-ൻ്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ വരാൻ കുറച്ച് ഡിലേ വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ടോപ്പിക് ഉണ്ട്. കുറേ ആൾക്കാർ അതിൽ താഴെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് എത്തിക്കുക എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് നമുക്ക്. വാട്ട് ഈസ് ഇൻ്റർനെറ്റ് എന്നുള്ള രീതിയിൽ ടെക് ഫോർ ബേബീസ്, അതായത് ചെറിയ ബേസിക് കൺസെപ്റ്റുകൾ നല്ല രസകരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ചോദിച്ചപ്പോൾ ഇൻ്റർനെറ്റ് എന്താണ്, എങ്ങനെയാണ് പാക്കറ്റ് പോകുക എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നവരെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഉണ്ട്. വാട്ട് ഈസ് ഇൻ്റർനെറ്റ് വീഡിയോ പോയി വാച്ച് ചെയ്യണം. അതിൽ ചെറിയ കൺസെപ്റ്റ് എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന്, നമ്മൾ ഈ മോഹൻലാലും മമ്മൂട്ടി എങ്ങനെയാണ് 0101 നമ്പറിൽ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അതല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് അതിൽ ചോദിച്ച രണ്ടാമത്തെ ഡൗട്ടുണ്ട്. അതായത് നമ്മൾ ഒരാൾക്ക് ഞാൻ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അപ്പോൾ അവരുടെ IP എങ്ങനെയാണ് നമ്മുടെ അടുത്ത് എത്തുക? അവരെ IP എനിക്കറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ കോൺടാക്ട്സിൽ 1000 പേരുണ്ട്. അവർ 1000 പേര് ആൾക്കാരെ IP ഞാൻ അങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് IP മാറിക്കൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അവരെ മോഡം അല്ലെങ്കിൽ നെറ്റ്വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ചും നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ IP എങ്ങനെ മാറുന്നത് നമ്മളറിയും, എങ്ങനെ എത്തുന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഇട്ടിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. പലരും പല കാര്യങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പറയുന്നുള്ളൂ, ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. ടെക്കിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ടെക് ഫോർ ബേബീസ് ടോപ്പിക്കുകളാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്ന വെബ് ഡെവലപ്മെൻറ്റിലൊക്കെ ഇതിൻ്റെ ആവശ്യങ്ങൾ പല ഭാഗത്തുണ്ട്. ഈ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കണ്ടെത്താനും പറ്റും. അപ്പോൾ അതിന് മുന്നേറ്റൊരു കാര്യം പറഞ്ഞുതരാം. കുറേ ദിവസമായിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങളോട്. അതായത് നമ്മുടെ വീഡിയോസ് എടുത്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാറേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ പറഞ്ഞില്ലേലും ഇത് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ ചെയ്യുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ടെക് ഫീൽഡിലോട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക, അറിയിക്കുക. നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ഡിസംബറിനുള്ളിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. സെറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫോണിൽ നിന്ന്, അതായത് ഇപ്പോൾ ഞാനൊരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഈ മെസ്സേജ് എങ്ങനെ അപ്പുറത്തെ ആളുടെ അടുത്ത് എത്തും? നമ്മൾ പറഞ്ഞ രീതിക്ക് നമുക്ക് പറഞ്ഞു ഇൻ്റർനെറ്റിലൂടെ എന്ത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും നമുക്ക് എന്താണ് IP എന്നുള്ളൊരു നമ്പർ ഉണ്ടാവും. ആ IP നമ്പറോ അല്ലെങ്കിൽ V6 അനുസരിച്ചുള്ള കോഡോ അല്ലെങ്കിൽ ഡിജിറ്റൊക്കെ ഉണ്ടായിരിക്കും, ഹെക്സാഡെസിമൽ കോഡ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ IPv4 നമ്മൾ 168 എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്പറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 സംതിങ് എന്ന് പറഞ്ഞിട്ടൊരു ഡിജിറ്റ് നമ്പർ ഉണ്ടായിരുന്നു. സംതിങ് ഇങ്ങനെ ഒരു 232 ഡോട്ട് ഒരു 4 കാറ്റഗറി ഓഫ് ഉള്ള സംഭവം ഉണ്ടായിരുന്നു. 1.2 അങ്ങനെ പറഞ്ഞിട്ട് ഒരു 4 എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ നമ്പറുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സിസ്റ്റത്തിനെയും സെർവറിനെയും ഐഡൻറ്റിഫൈ ചെയ്യാന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു ഡൗട്ട് വന്നത് എന്താണ്, ഇപ്പം ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക, അയാളുടെ മെസ്സേജ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് എന്തുണ്ട്, എൻ്റെ IP കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ഫ്രമും ടൂം ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ IP എന്താണ്, IP നമ്പർ എന്താണെന്നുള്ളത് എനിക്കെങ്ങനെ അറിയാം? അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ശരിയായ ആൻസർ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് അത് ചെയ്യണത് എന്നുള്ളത്. ഈ കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ വേറൊരു ചെറിയ കാര്യം മനസ്സിലാവേണ്ടതുണ്ട്. എങ്ങനെയാണ് സാധാരണ നമ്മളൊരു വെബ്സൈറ്റ് റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ബ്രൗസർ എടുത്തിട്ട് ഗൂഗിൾ ക്രോമോ നമ്മുടെ മോസില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രൗസറുകളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, www ഇപ്പോൾ ഫേസ്ബുക്കാണ് എടുക്കുന്നത് വിചാരിക്കുക, facebook.com എന്ന് ടൈപ്പ് ചെയ്യും. മൊബൈൽ ആപ്പ് എടുക്കുന്ന കാര്യമല്ല പറയണത് ഞാൻ. എന്താ പറയണത്, ബ്രൗസറിൽ നമ്മൾ ഫേസ്ബുക്ക് എടുക്കുന്ന കാര്യമാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്ത് www.facebook.com എന്ന് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്യണ സമയത്ത് നമുക്ക് എന്താണ്, ഒരു വെബ്സൈറ്റ് ഉണ്ട് കാണാൻ പറ്റും. നമ്മളിതിന് പിന്നിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ല, ഒരു വെബ്സൈറ്റ് ഇങ്ങോട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞു തരേണ്ടത്. നമ്മൾ പറഞ്ഞു ഒരു IP നമ്പർ വേണം. ഇപ്പോൾ ഈ എക്സാമ്പിൾ പോലെ ഒരു IP നമ്പർ വേണം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് ഒരു സെർവറിൽ എത്താൻ പറ്റില്ല. ആ സെർവറിലാണ് നമ്മുടെ വെബ്സൈറ്റ് കിടക്കുന്നത്. ആ വെബ്സൈറ്റ് ഇങ്ങോട്ട് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഫേസ്ബുക്കിൻ്റെ പേജ് കാണില്ല. നമ്മൾ ഇൻ്റർനെറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ facebook.com വിളിച്ചിട്ട് വെബ്സൈറ്റ് കാണുന്ന രീതി. അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ എങ്ങനെ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ IP ഇല്ല, ഞാൻ facebook.com എന്നാണ് ടൈപ്പ് ചെയ്യണത്. അവിടെ ഞാൻ നമ്പറല്ല ടൈപ്പ് ചെയ്യണത്, ഒരു പേരാണ്. ഓക്കെ, ആ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു നമ്പറുള്ള ഒരു സെർവറിലോട്ട് നമ്മൾ പോകുന്നുണ്ട്, IP-ലോട്ട് പോകുന്നുണ്ട്. അതെങ്ങനെ പോകുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളെ ഫേസ്ബുക്കിൻ്റെ സെർവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഫേസ്ബുക്ക് സെർവറാണത്. അതായത് ഫേസ്ബുക്കിൻ്റെ ഡാറ്റ എല്ലാം വെച്ചിട്ടുള്ള ആൾക്കാർ അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം ഉള്ള സെർവറാണ് ഫേസ്ബുക്കിൻ്റെ. ഇത് നിങ്ങളെ എന്താണ് കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക, നിങ്ങളെ ലാപ്ടോപ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? facebook.com എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ facebook.com എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ സെർവറിന് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ സെർവറിന് ഇപ്പോൾ ഈ സെർവറിൻ്റെ IP ഇതാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെർവറിൻ്റെ IP ആണ് ടൈപ്പ് ചെയ്താലാണ് ഇവിടെ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ റിക്വസ്റ്റ് എത്തുള്ളൂ നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത് facebook.com ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തുന്നത്? ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഈ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പേര് ഇത് പർച്ചേസ് ചെയ്യുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യന്മാർക്ക് ഇപ്പോൾ എല്ലാ സെർവറിൻ്റെ നമ്പർ ഇതേപോലുള്ള നമ്പറുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് മനുഷ്യനെ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പേരായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ crossroads.world എന്നുള്ള വെബ്സൈറ്റ്, അതേപോലെ നമ്മൾ SPS online.in എന്ന സൈറ്റ്, എത്ര നമ്പർ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും ഒരു മനുഷ്യന് ഒരേ സമയം? അപ്പോൾ അത് ലിമിറ്റേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് പേരിനനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റിന് പേരിടാൻ പറ്റും. അതിനനുസൃതമായിട്ട് ആ നമ്പറുള്ള, അതായത് IP-ലോട്ട് കോള് പോവുകയും വേണം. അപ്പോൾ അവിടെയാണ് നമ്മളൊരു പുതിയ സാധനം ഉള്ളത്. അതിനാണ് നമ്മൾ എന്താ പറയുക, DNS സെർവർ എന്ന് പറയും. DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുക. ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ എന്നാണ് DNS സെർവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു DNS സെർവർ ഉണ്ട്. നമ്മൾ facebook.com എന്നുള്ള കോള് ഫസ്റ്റ് പോകുന്നത് ഈ DNS സെർവറിലോട്ടാണ് കോള് പോകുന്നത്. അവിടെ റിസോൾവർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സെർവറുകളും സെറ്റപ്പുകളുണ്ട്. ഇതൊന്നും നിങ്ങൾ കൂടുതലായിട്ട് ഉള്ളോട്ട് പോകണ്ട, ജസ്റ്റ് മനസ്സിലായി DNS സെർവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ DNS സെർവറിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ .comനനുസരിച്ച് ഓരോ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ഡാറ്റാബേസ്. ഡാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ എഴുതി വയ്ക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇന്ന ആൾക്ക് ഇന്നത് എന്നുള്ള രീതിയിൽ ഒരു ടേബിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അതായത് facebook.com എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്ന IP ആണ്. അപ്പോൾ google.com എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന IP ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നെയിം വിളിക്കും ഓട്ടോമാറ്റിക്. DNS സെർവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ IP ഏതാണോ ആ IP-നെ ഇങ്ങോട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരും. മനസ്സിലാവുണ്ടോ? ആ IP-നെ എന്നിട്ട് ബ്രൗസർ ഇത് മനസ്സിലാക്കണം. നമ്മൾ facebook.com വിളിക്കണുള്ളൂ, IP വരുന്നുണ്ടോ, ഏതാണ് IP എന്നുള്ളത് നമ്മൾ കാണുന്ന പോലുമില്ല. പക്ഷേ ബ്രൗസർ ഓട്ടോമാറ്റിക് ഡീൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, ബ്രൗസർ ആ IP-ലോട്ട് കോൾ സെൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും, സെർവറിൽ നിന്ന് പോയിട്ട് ആ വെബ്സൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. മനസ്സിലാവുണ്ടോ? അതായത് നമ്മൾ facebook.com എന്നുള്ള സൈറ്റ് വിളിക്കുമ്പോൾ DNS സെർവർ പോയിട്ട് അതിൻ്റെ IP ഏതാണെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ആ IP-ലോട്ട് കോൾ പോകുമ്പോൾ ആ IP-ലോട്ട് എന്ത് ടു അഡ്രസ്സ് ആയിപ്പോൾ നമുക്ക് ടു അഡ്രസ്സിലോട്ട് കോൾ പോകും. ഫ്രമും ടൂം പറഞ്ഞില്ലേ പാക്കറ്റ് അയക്കുമ്പോൾ. അപ്പോൾ ടു അഡ്രസ്സിലോട്ട് എന്ത് ചെയ്യും, പോവും, സെർവർ പോവും, അവിടുന്ന് ഡാറ്റ എടുത്തിട്ട് കൊണ്ടുവരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, HTML CSS JS ഒക്കെ ഉള്ള HTML പേജ് വരുമെന്ന് പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ ലോഗിൻ പേജൊക്കെ, ആ സാധനം കണ്ട് കാണാൻ പറ്റും നമുക്ക്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് സൈറ്റ് വിളിച്ചാൽ DNS പോവും, DNS പോയിട്ട് IP എടുത്തിട്ട് സെർവർ പോയിട്ട് തിരിച്ചു വരും. ഈ രീതിയിൽ ചെയ്യുന്ന കാര്യത്തിന് പറയണ പേരാണ്, നമ്മൾ കേട്ടിട്ടുള്ളൊരു പേര് തന്നെയാണ് HTTP റിക്വസ്റ്റ് എന്ന് പറയുക. അതായത് റിക്വസ്റ്റ് കൊടുക്കുക. ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് HTTP റിക്വസ്റ്റുകളാണ്. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക, എന്ത് ചെയ്യുക, റെസ്പോൺസ് ചെയ്യുക. ഏത് വെബ്സൈറ്റ് നമ്മൾ എടുക്കണം എങ്ങനെയാണ്, റിക്വസ്റ്റ് കൊടുക്കുക, റെസ്പോൺസ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാവും DNS റിക്വസ്റ്റ് പോയി റെസ്പോണ്ട് വന്ന്, ഇവിടെ സെർവർക്ക് റിക്വസ്റ്റ് പോയി എന്ത് ചെയ്ത് ആ വെബ് പേജും കാര്യങ്ങളായിട്ട് റെസ്പോൺസ് വന്ന്. അപ്പോൾ ഈ രീതിയിൽ വിളിക്കുന്നതിനാണ് HTTP റിക്വസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നിങ്ങൾ വെബ്സൈറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ HTTP റിക്വസ്റ്റുകൾ വിളിക്കാറ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും HTTPS എന്താണെന്നുള്ളത്. അത് നമുക്ക് വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. അത് ഒന്നുകൂടി സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എങ്ങനെയാണ് സെക്യൂരിറ്റി കൂട്ടുന്നത്, അതിൻ്റെ മെക്കാനിസം വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട HTTP ജസ്റ്റ് മനസ്സിലാക്കുക, റിക്വസ്റ്റ് കൊടുക്കുക, റെസ്പോൺസ് വരിക. ആ രീതിയിൽ വർക്ക് ചെയ്യണ വെബ് റിക്വസ്റ്റ് മെക്കാനിസത്തിന് പറയുന്ന പേരാണ്, ഒരു പ്രോട്ടോക്കോളാണ് HTTP പ്രോട്ടോക്കോൾ എന്നുള്ള പറയുന്നത്. പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യണം, ഇതിൽ എന്തൊക്കെ പാക്കറ്റിൽ എന്തൊക്കെ ഡാറ്റ വേണ്ടത്, ഇതെങ്ങനെ പോകേണ്ടത്, ഇതെങ്ങനെ തിരിച്ചു വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇന്ന രീതിയിൽ പോവുകയാണ് ഇന്നത് എന്നുള്ള ആ രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള കുറേ ഒരു റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ HTTP എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ റൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ HTTP റിക്വസ്റ്റ് ഇനിയിപ്പോൾ ഇതൊക്കെ ആരുണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ പഠിച്ചല്ലോ. നമ്മളിപ്പോൾ പൈത്തണിൽ കോഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ Node.js എക്സ്പ്രസ് പഠിക്കുന്നുണ്ട്, പൈത്തൺ ജാങ്കോയുടെ വെബ് പ്രോജക്റ്റ് വെബ് ആപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്, Node.js വെച്ചിട്ട് നമ്മൾ ബാക്ക് എൻഡൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു. അതായത് ഇവിടെ കോഡ് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞു.
നമ്മൾ ഇത് ക്ലയൻറ്റും ഇത് സെർവറുമാണ്. അപ്പോൾ ഈ ക്ലയൻറ്റിൽ നിന്ന് ഒരു വെബ്സൈറ്റ് വിളിക്കുമ്പോൾ ഇവിടെ എന്താ നോഡ്.js-ഉം പൈത്തണോ നമുക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസ് കണ്ടിട്ടുണ്ടോ? അല്ല, വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസും വാട്ട് ഈസ് ഇൻ്റർനെറ്റും കണ്ടിട്ട് മാത്രം ഇത് കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് ആ കോഡിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ തീരുമാനിക്കാം. HTTP വേണോ, HTTPS വേണോ, ഇതൊക്കെ നമുക്ക് കോഡ് എഴുതി തീരുമാനിക്കാൻ പറ്റും. ഇതൊന്നും നമുക്ക് ആക്സബിൾ അല്ലാത്ത, ഇത് വേറെ എവിടെയുള്ള സംഭവം ഒന്നല്ല, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. നമുക്ക് കോഡ് എഴുതി തീരുമാനിക്കാം. HTTP വേണോ, HTTPS വേണോ, ഇനി വേറെ എന്തെങ്കിലും സാധനങ്ങൾ വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരുമാനിക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ വിളിച്ചിട്ട് വരുന്ന, അത് HTTP റിക്വസ്റ്റിൻ്റെ രീതിയാണ് എന്ത്, റിക്വസ്റ്റ് കൊടുക്കുക, റെസ്പോൺസ് വരിക. റിക്വസ്റ്റ് ഇല്ലാതെ റെസ്പോൺസ് വരികയില്ല. HTTPൻ്റെ പ്രത്യേകതയാണ് റിക്വസ്റ്റ് വേണം എന്നാൽ റെസ്പോൺസ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് HTTP റിക്വസ്റ്റ്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ വെബ്സൈറ്റിൽ ബ്രൗസ് ചെയ്യണം. ഏത് വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ആദ്യം ഗൂഗിൾ വന്നിട്ടുണ്ടോ, അതേപോലെ പിന്നെ സെർച്ച് ചെയ്യും, അടുത്ത വീണ്ടും റിക്വസ്റ്റ് പോകും, തിരിച്ച് റെസ്പോൺസ് വരും. ഇങ്ങനെ റിക്വസ്റ്റ് റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞ IP എങ്ങനെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ് കാത്തിരിക്കുന്നത്. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയണം. ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. ഒരു വെറൈറ്റി ചിത്രം വരയ്ക്കാം. ഇത് ചിത്രം വരച്ച് ഞാൻ ഭയങ്കര കലാകാരനാവാൻ അവസ്ഥ കാണുന്നുണ്ട്. ഇതൊരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിവൈസാണെന്ന് വിചാരിക്കുക. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവർ FB എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെർവർ. ഇപ്പം ഇനി ഞാൻ DNS ഒന്നും പറയുന്നില്ല, സെർവർക്ക് റിക്വസ്റ്റ് പോകുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായില്ല, എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാനിവിടെ FBയിലൊക്കെ ലോഗിൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. FBയിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ചെയ്യണം. ഓക്കെ, എൻ്റെ ഒരു ഫോട്ടോ, എൻ്റെ കിടിലൻ ഫോട്ടോ, പുതിയ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യണം ഇവിടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ ഡാറ്റ സെർവർ പോകും. എനിക്ക് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കില്ലേ, ഫോട്ടോ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് റെസ്പോൺസ്, അപ്ഡേറ്റ് ഫിനിഷ് ആയി അല്ലെങ്കിൽ അപ്ലോഡ് ഫിനിഷ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റെസ്പോൺസും വരും. കിട്ടി. ഇനി ഈ ഡാറ്റ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സക്സസ് ആണെന്ന് കാണിച്ചു, പോസ്റ്റ് ചെയ്തു എന്നൊക്കെ കാണിച്ചു, നമുക്ക് അടുത്ത പേജൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ്, അതേപോലെ റിക്വസ്റ്റ് റെസ്പോൺസ് ആയിട്ട് HTTP റിക്വസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ പറയാം, ദിൽഷാദ് കയറിയിട്ട് അവൻ്റെ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുകയാണ്. ദിൽഷാദ് എന്താ പറയുക, ദിൽഷാദിൽ എൻ്റെ ഫോട്ടോ കാണാൻ സാധ്യതയില്ല. ദിൽഷാദിൻ്റെ പണ്ടത്തെ ഡൽഹിയിലെ കുട്ടികളാരെങ്കിലും കാണാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ ദിൽഷാദിന് കാണണം. എന്ന് വെച്ചാൽ ദിൽഷാദ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ദിൽഷാദിൽ facebook.com എന്നുള്ള സൈറ്റ് എടുക്കും. സൈറ്റ് എടുക്കുമ്പോൾ ഇതേപോലെ റിക്വസ്റ്റ് പോവും, തിരിച്ച് റെസ്പോൺസ് വരും. അങ്ങനെ ലോഗിൻ ചെയ്യാനുള്ള വീണ്ടും റിക്വസ്റ്റ് കൊടുക്കും, വീണ്ടും റെസ്പോൺസ് വരും. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ പോസ്റ്റിൽ വാളിൽ എന്ത് വരും, ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അതിവിടെ എത്തുക. അതവിടെ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും HTTP റിക്വസ്റ്റുകളാണ്. അതായത് റിക്വസ്റ്റ്, ഞാനിവിടെ റിക്വസ്റ്റ് കൊടുത്തു, കയറി ലോഗിൻ ചെയ്തു, തിരിച്ചു വന്നു, അതിനുള്ളിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തൊക്കെ എന്താണ് HTTP റിക്വസ്റ്റുകളാണ് പോകുന്നത്. അതേപോലെ അവനും ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഇങ്ങോട്ട് വരികയാണ്. എങ്ങനെ വരുന്നത്, ഈ ഫോട്ടോ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ സെർവറിൽ ഇവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, സെർവറിൽ എന്തുണ്ടായിരിക്കും, സെർവർ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു ഫോട്ടോ നിൽക്കുന്ന പോലെ തന്നെ അതിന് ഹാർഡ് ഡിസ്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ഇത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമൊക്കെ കോഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞത്, നോഡ്.js, പൈത്തൺ, ജാവ, .NET, PHP ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫോട്ടോനെ അവിടെ സ്റ്റോർ ചെയ്യണം എന്നൊക്കെയുള്ള കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, ആ ഫോട്ടോനെ അവിടെ വയ്ക്കും. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അതിവിടെ കിട്ടും. അപ്പോഴും ശ്രദ്ധിക്കണം, റിക്വസ്റ്റ് റെസ്പോൺസ് ഈ രീതിയിലാണ് എത്തുന്നത്. ഓക്കെ, ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത കാര്യം അതാണ്, വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോണ കാര്യം ശ്രദ്ധിച്ചോ. അതായത് ഇപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്തു, എനിക്ക് റെസ്പോൺസ് കിട്ടി, വേറെ ഒന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ ദിൽഷാദ് ലോഗിൻ ചെയ്തു, ദിൽഷാദിന് ആ ഫോട്ടോ കാണാൻ പറ്റി, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ ദിൽഷാദിന് ചാറ്റ് മെസ്സഞ്ചറിൽ ഒരു ഹായ് മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഹായ് എന്ത് ചെയ്യണം, ദിൽഷാദിന് എത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ നമ്മളെന്താ പറഞ്ഞു, നമുക്ക് സെർവറിൽ, അതായത് facebook.com സൈറ്റിലേക്ക് ഇത് ഡാറ്റ സെൻഡ് ചെയ്യുക എന്നുള്ള ആക്സസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇങ്ങോട്ടാണ് അയക്കുക ഹായ്. ഈ രണ്ട് വഴിയുണ്ട് ഇവിടെ. നമുക്ക് ഒന്നെങ്കിൽ ദിൽഷാദിന് നേരിട്ട് ഹായ് അയക്കാം. ഇപ്പം ദിൽഷാദിന് നേരിട്ട് ഹായ് അയക്കാൻ പറ്റും നമുക്ക്. പക്ഷേ എന്ത് വേണം, ദിൽഷാദിനൊരു IP, നമ്മൾ പറഞ്ഞില്ലേ IP നമ്പർ പറഞ്ഞില്ലേ, ആ IP എന്ത് ചെയ്യുന്നുണ്ട്, ദിൽഷാദിനുണ്ടാവും. അതേപോലെ എനിക്കൊരു IP ഉണ്ടാവും, സെർവറിന് IP ഉണ്ടാവും, എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും IP ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഈ IP അറിഞ്ഞു കഴിഞ്ഞാൽ
ഈ IP എൻ്റെ അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് ഹായ് ദിൽഷാദിനെ അയക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രശ്നം എന്താണ്, ഈ IP മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ദിൽഷാദിന് ചിലപ്പോൾ ഒരു വൈഫൈന് അണ്ടറിലായിരിക്കും ദിൽഷാദ് കിടക്കുന്നത്, അല്ലെങ്കിൽ ദിൽഷാദ് ചിലപ്പോൾ അവൻ്റെ മൊബൈൽ ഇൻ്റർനെറ്റ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഒരു IP മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, അവൻ എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരാളാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, IP ഒക്കെ ഷെയർ ചെയ്യാം. ഇപ്പോൾ സെക്യൂർ ആയിട്ടൊക്കെയുള്ള ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് ഒരാളൊക്കെ വെച്ചിട്ട് മാത്രം ചാറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. IP നമ്പർ നേരെ പറഞ്ഞു കൊടുത്ത് കോൺഫിഗർ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും, മെസ്സേജ് അയക്കാം. പക്ഷേ ഇവിടുത്തെ കേസ് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ എനിക്കൊരു 4000-3000 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ആൾക്കാരെല്ലാം കൂടി IP എൻ്റെ ഫോണിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? നാട്ടുകാർ ഫുള്ള് മാറുന്നതിനനുസരിച്ച് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ ആ നമ്പർ? അത് വെരി ഡിഫിക്കൽട്ടാണ്. വെച്ചാൽ എല്ലാവരും ആൾക്കാരും മാറുന്നുണ്ടോ ഞാൻ അറിയേണ്ടതൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇവിടെ ഇയാളെങ്ങനെ അറിയാം, അതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഒരു ഹായ് എന്നുള്ള മെസ്സേജ് അവിടെ എത്തിക്കാൻ പറ്റില്ല. ഓക്കെ, ഡയറക്റ്റായിട്ട് ഈ ഹായിനെ ഇവിടെ എത്തിക്കാൻ പറ്റില്ല. അവിടെയാണ് എന്ത് വരുന്നത്, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഹായ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മെസ്സേജ് സെർവറിലോട്ട് പോകും. സെർവറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ഇവിടെ എത്തിയിട്ടുള്ളൂ. സെർവറിൽ എത്തി എന്നുള്ളതിൻ്റെ ചിലപ്പോൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജറിനെ കുറിച്ച് ആലോചിക്കുക, ഒരു ടിക്ക് മാർക്കൊക്കെ വരില്ല ആദ്യം. ഒരു എന്താ ചെയ്യുക, സെർവറിൽ എത്തി എന്നുള്ളതിനെ അതാണ് ഇവിടെ എത്തുമ്പോഴാണ് ആ ടിക്ക് മാർക്ക് വരുന്നത്. നെറ്റ് ഉണ്ട്, നമുക്ക് നമ്മളവിടെ നിന്ന് പോയി ഈ പോയ ഈ ഡാറ്റ ഇവിടെ ഹായ് എത്തിയിട്ടുണ്ട്. ഈ എത്തിയ ഹായിനെ നമുക്ക് ഇവിടെ എത്തിക്കണം. നമ്മൾ പറഞ്ഞു എല്ലാത്തിനും എന്ത് ചെയ്യുക, വെബ് റിക്വസ്റ്റുകളൊക്കെ എന്താ ചെയ്യുക, അതായത് റിക്വസ്റ്റ് പോവുക, സെർവർ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ദിൽഷാദ് എന്ത് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ദിൽഷാദിന് അറിയാം, ഇപ്പോൾ ദിൽഷാദിന് ഞാൻ മെസ്സേജ് അയക്കാൻ പോവുകയാണെന്നുള്ളത്. ദിൽഷാദിന് മുൻകൂട്ടി ഗണിച്ച് കണക്കൂട്ടിയിട്ട് ഇടാൻ പറ്റില്ലല്ലോ. എന്നാൽ എന്താ പറയുക, മെസ്സേജ് വരും, ഹായ് എനിക്ക് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നത് അവന് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അപ്പോൾ വേറൊരു കാര്യം ചെയ്യുക, ദിൽഷാദിന് എന്ത് ചെയ്യുക, ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുക. അതായത് എനിക്ക് ഏതെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നുള്ളതിൽ ഒരു സെക്കൻഡ് കൂടുമ്പോൾ ദിൽഷാദിന് എന്ത് ചെയ്യുക, സെർവറിനെ ഇങ്ങനെ വിളിച്ചു നോക്കുക, എനിക്കൊരു മെസ്സേജ് ഉണ്ടോ, എനിക്ക് പുതിയ മെസ്സേജ് ഉണ്ടോ, എനിക്കാരെയും മെസ്സേജ് അയച്ചോ എന്ന്. ദിൽഷാദ് കാത്തിരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ദിൽഷാദിൻ്റെ ആപ്ലിക്കേഷൻ, ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്സാപ്പ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ സെർവറിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതൊരു വഴിയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റായിക്കൊന്നുമില്ല, അങ്ങനെ ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സെക്കൻഡുകൾ കോൺഫിഗർ ചെയ്തിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ വേറെ സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ പലരും എന്ത് ചെയ്യുക, മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു 1 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ച് നോക്കിയാൽ വർക്കിംഗ് ആണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദിൽഷാദിൻ്റെ ഫോണാണെന്ന് വിചാരിക്കുക. ഫോണിൽ എന്താ പറയുക, നമുക്ക് ചാർജ് വളരെ കുറവാണ്. എപ്പോഴും നമ്മളൊരാൾ എപ്പോഴും ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ചാർജ് ചെയ്യില്ലല്ലോ ഫോണിൽ. അപ്പോൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ സെക്കൻഡ് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡാറ്റയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാറ്റയും പോവും, ചാർജും പോവും. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു സൊല്യൂഷനാണോ? അതായത് ഓരോ സെക്കൻഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ 5 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും 5 സെക്കൻഡ് ഡിലേ ആണ് ഒരു മെസ്സേജ് അയച്ചാൽ. അതുപോലെ തന്നെ ഈ സെർവറിലോട്ട് റിക്വസ്റ്റ് വരുമ്പോൾ എന്താണ്, സെർവറിൽ ലോഡ് കൂടുകയാണ്. നാട്ടിലുള്ള എല്ലാവരും കൂടി എന്ത് ചെയ്യുകയാണ്, എനിക്ക് മെസ്സേജ് വന്നോ എന്ന് പറഞ്ഞിട്ട് സെർവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെർവർ എന്താവും, ഒരുപാട് റിക്വസ്റ്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിന് ബേസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ ഇവിടുന്ന് അയച്ച ഹായിനെ എങ്ങനെ അവിടെ എത്തിക്കാൻ പറ്റും? എനിക്കാണെങ്കിൽ എൻ്റെ IP അഡ്രസ്സും ഇല്ല, ഇത് എത്തിക്കണം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചാറ്റ് റിയൽ ടൈം ചാറ്റ് പ്രോട്ടോകോൾസ് എന്ന് പറയും. അതായത് നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ XMPP, സിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഗൾഫിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ ഈ ഇൻ്റർനെറ്റിലൂടെ കോൾ ചെയ്യുന്ന പരിപാടി, അതിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് സിപ്പ്. അതായത് ഇവിടുന്ന് കോള് പോയിട്ട് അവിടുന്ന് കോള് തിരിച്ചു വന്ന രീതിയിലുള്ള അതിനുള്ള സിഗ്നലിംഗ് പ്രോട്ടോക്കോളാണ് സിപ്പ്. അതുപോലെ വെബ് സോക്കറ്റ്, ഇങ്ങനത്തെ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ റിയൽ ടൈം കമ്മ്യൂണിക്കേഷനാണ്. ഇവർ പ്രത്യേകം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചാറ്റ് പ്രോട്ടോക്കോൾ വെച്ചിട്ടുള്ള കോഡും കൂടി ഇപ്പോൾ ജാവയോ പൈത്തണോ ഒക്കെ ഉള്ള കോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഴുതി സെർവറിൽ സെറ്റപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ റിക്വസ്റ്റ് റെസ്പോൺസിൻ്റെ പ്രത്യേകത അല്ല ഇവർ ചെയ്യണത്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ XMPP ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിപ്പാണ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അവരെന്തെന്ന് വെച്ചാൽ അതിനൊരു സെർവറും അതിൻ്റെ ഒരു സെറ്റപ്പ് കോൺഫിഗറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ IP മാറുമല്ലോ. ഇപ്പോൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലൊക്കെ ആണെങ്കിൽ, ഫോണിലാണല്ലോ നമ്മളിങ്ങനെ മെസ്സേജ് സാധാരണ വരാറ്, അല്ലെങ്കിൽ വെബ്സൈറ്റിലാണെങ്കിലും. ഇപ്പോൾ ദിൽഷാദിന് പുതിയൊരു IP കിട്ടി, ദിൽഷാദ് ഒന്ന് ഫോൺ നെറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്തു, അല്ലെങ്കിൽ ദിൽഷാദിൻ്റെ വൈഫൈ ഒന്ന് ഓഫ് ചെയ്ത് കണക്ട് ചെയ്തു. അങ്ങനെ ഇത് ദിൽഷാദിൻ്റെ IP മാറുകയാണെന്ന് വെക്കുക.
ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോണിൻ്റെ ഉള്ളിലൊരു വർക്കിംഗ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്യുമ്പോഴും ഓൺ ആക്കുമ്പോഴും ഈ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ കണ്ടിട്ട് മെസ്സേജുകളെല്ലാം കൂടി വരുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ ആപ്പ് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ നെറ്റ് ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, അങ്ങനെ കോമൺ കുറേ കാര്യങ്ങളുണ്ട്. ഈ സമയത്ത് ഈ എന്ത് ചെയ്യും, നമ്മളെ സെർവറിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ പുതിയ IP അല്ലെങ്കിൽ പുതിയ സംഭവം മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അപ്ഡേഷൻ സെർവറിനൊന്ന് കൊടുക്കും. ഫോണിൻ്റെ ആപ്ലിക്കേഷൻ, ഇപ്പോൾ വാട്സാപ്പ് ആപ്ലിക്കേഷനാണ് ദിൽഷാദ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ദിൽഷാദ് എന്ത് ചെയ്യും, വാട്സാപ്പ് പെട്ടെന്ന് നമ്മൾ ഫോൺ ഇൻ്റർനെറ്റ് ഓഫ് അല്ലെങ്കിൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് പുതിയ IP ആണ് കിട്ടിയെന്ന് വരും. IP എവിടെ നിന്ന് കിട്ടുകയെന്ന് പറഞ്ഞ് മോഡത്തുനിന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ ആയിട്ടുള്ള മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, എയർടെലോ അല്ലെങ്കിൽ ജിയോയോ ഇവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന IP ലേറ്റസ്റ്റ് എന്താണോ അതെന്ത് ചെയ്യും, ഈ സെർവറിനെ അപ്ഡേറ്റ് ചെയ്യും. അത് മെയിൻറ്റെയിൻ ചെയ്യും, കോൺഫിഗർ ചെയ്യുകയൊക്കെ ചെയ്യണതാണ് ഈ ചാറ്റ് പ്രോട്ടോക്കോൾ ചെയ്യണം. XMPP, SIP, വെബ് സോക്കറ്റ്, ഇങ്ങനെ കുറേ പ്രോട്ടോക്കോൾസ് ഉണ്ട്. അപ്പം ഈ പ്രോട്ടോകോൾസ് എന്ത് ചെയ്യും, ഇങ്ങനത്തെ IP സ്റ്റോറേജ്. അപ്പം നമ്മളിവിടുന്ന് എന്താണ്, ഞാനിപ്പോൾ ഇവിടുന്ന് ഹായ് എന്ന് പറഞ്ഞിട്ട് ദിൽഷാദിന് അയക്കാനാണ് ഞാൻ സെർവറിന് റിക്വസ്റ്റ് ചെയ്യുള്ളൂ. ദിൽഷാദിന് അയക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ ചാറ്റ് പ്രോട്ടോകോളിൽ എന്തുണ്ട്, ഇവർ IP എന്താണെന്നുണ്ട്. IP എന്താണെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാറ്റ് പ്രോട്ടോകോളിൽ ആർക്കാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് അയക്കാൻ പറ്റും. പിടിയിട്ടുണ്ടോ? IP ആരെടുത്തുണ്ട്, ഈ കോൺഫിഗർ വെച്ചുള്ള ഈ റിയൽ ടൈം ചാറ്റ് പ്രോട്ടോകോളിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ അയക്കുക. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ ചാറ്റ് ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഇപ്പോൾ XMPP, SIP, വെബ് സോക്കറ്റൊക്കെ രീതിയിൽ ചാറ്റ് നടക്കുന്ന രീതിക്ക് വേറെ കുറച്ച് പ്രശ്നം കൂടിയുണ്ട്. അതായത് ഫുൾ ടൈം ഇത് ഓണാക്കി ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ചാറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, നമ്മളെപ്പോഴും കണക്ട് ചെയ്ത് ആ ചാറ്റ് പ്രോട്ടോക്കോളിൽ ഭയങ്കര പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് പെട്ടെന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പുറത്തെ ഒരാൾ ടൈപ്പിംഗ് കാണുന്നവരെ നമുക്ക് കാണിക്കാറില്ലേ, അപ്പോൾ ഒരാൾ ടൈപ്പിംഗ് ചെയ്യുകയാണ്, ടൈപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട് വരെ നമുക്ക് കാണിക്കും, സ്പോട്ടിൽ ഇവിടെ എത്തുക ഇവൻ്റ്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ഇത് ലിസൺ ചെയ്ത് ആ ഒരു ആൾക്കാരെ ട്രാക്ക് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ള ആൾക്കാരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ ഒരു ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് വരെ ഇപ്പുറത്ത് അറിയിക്കുന്നുണ്ട്. ദിൽഷാദ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി, അത് എനിക്ക് ഇവിടെ കാണിക്കാൻ തുടങ്ങും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ റിയൽ ടൈം പ്രോട്ടോക്കോൾ വെച്ചിട്ട് ചെയ്യും. ഗെയിമുകൾ കളിക്കൂലേ നമ്മൾ, മൾട്ടിപ്ലെയർ ഗെയിമൊക്കെ ഇങ്ങനത്തെ ചാറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഹെൽപ്പോടെയാണ് ചെയ്യണത്. റിയൽ ടൈം ചാറ്റ് പ്രോട്ടോക്കോളിൻ്റെ ആയാലും നമുക്ക് മൾട്ടിപ്ലെയർ ഗെയിം, ഇപ്പോൾ PUBG കളിക്കുന്ന ആൾക്കാർ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ചാറ്റ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും, റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിയൽ ടൈമായുള്ള സാധനങ്ങൾ സ്പോട്ടിൽ എത്തണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും ചാർജ് എടുക്കുന്ന പ്രശ്നമുണ്ട്. അതായത് കുറേ എന്താ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് എടുക്കുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരാനുണ്ട്. അതായത് ഇപ്പോൾ ദിൽഷാദ് ഇന്ന് രാവിലെ തൊട്ട് ഫോണ് കയ്യിലെടുത്തിട്ടില്ല. ഫോണ് കയ്യിലെടുക്കാത്ത ദിൽഷാദിന് എന്താ പറയുക, ഈ രീതിയിൽ ചാറ്റ് പ്രോട്ടോക്കോൾ കണക്ട് ചെയ്തിട്ട് ഞാൻ എന്താ വെച്ചാൽ പെട്ടെന്ന് അതായത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ ഈ ചാറ്റ് പ്രോട്ടോക്കോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, കണക്ട് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയില്ല. അവിടെയാണ് നമ്മൾ വേറൊരു സാധനം യൂസ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് പുഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, പുഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ദിൽഷാദിൻ്റെ ഫോൺ സ്റ്റാൻഡ് ബൈ മോഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അതായത് ഫോൺ ലൈറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്, അതായത് യൂസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ ആ സമയത്ത് ചാറ്റ് പ്രോട്ടോക്കോൾ ചാറ്റ് പ്രോട്ടോക്കോൾ എപ്പോഴാണ് വരികയെന്ന് വെച്ചാൽ, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോട്ടോക്കോൾ കൊടുക്കുക. അപ്പോഴാണെന്ന് വെച്ചാൽ കറണ്ട് എന്താ പറയുക, അപ്ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കേണ്ട രീതി ഉണ്ടാവുക. പക്ഷേ നമ്മൾ സ്റ്റാൻഡ് ബൈ മോഡിലിരിക്കുന്ന ഫോണിൽ ഇത് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് പുഷ് നോട്ടിഫിക്കേഷൻ സെർവറുകൾ യൂസ് ചെയ്യുക. പുഷ് നോട്ടിഫിക്കേഷൻ സെർവറുകളാണ് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഫയർ ബേസ് യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ ഐഫോണിൻ്റെ ഇതുണ്ട്, സർവീസുകളുണ്ട്, ആമസോണിൻ്റെ ഉണ്ട്, ഇങ്ങനെ കുറേ സർവീസുകളുണ്ട്. അങ്ങനെ പുഷ് നോട്ടിഫിക്കേഷൻ സെർവറുകളെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഫസ്റ്റത്തെ ചാറ്റ്, ഇപ്പോൾ ഞാനൊരു ഹായ് ദിൽഷാദിനെ അയക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യും, സെർവർക്ക് റിക്വസ്റ്റ് പോകും. സെർവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പുഷ് നോട്ടിഫിക്കേഷൻ സെർവറിന് എന്ത് ചെയ്യും, റിക്വസ്റ്റ് അതിനെ എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ്, അതായത് ദിൽഷാദ് എന്നുള്ള ആൾക്ക് ഒരു റെസ്പോണ്ട് ആയിരുന്നു. ഈ പുഷ് നോട്ടിഫിക്കേഷൻ സെർവറിൽ എന്തുണ്ടായിരിക്കും എന്ന് വെച്ചാൽ, ദിൽഷാദ് ഇപ്പോൾ വാട്സാപ്പ് ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് തന്നെ ദിൽഷാദ് പുഷ് നോട്ടിഫിക്കേഷൻ സെർവറുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി അതെങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ളത് അടുത്തൊരു വലിയ ക്വസ്റ്റ്യനാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഇതെങ്ങനെയാണ് ഇവിടെ ഡെലിവറി ചെയ്യണത്, അതായത് നെറ്റിൽ ഫുൾ ടൈം കണക്ട് ചെയ്യാതെ എങ്ങനെ അത് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് അതാരെങ്കിലും കമൻറ്റ് ചെയ്ത് അയക്കാൻ പറ്റുമോ നോക്ക്. അതായത് പുഷ് നോട്ടിഫിക്കേഷൻ സെർവറുകൾ എങ്ങനെ വർക്ക് ചെയ്യണത്, അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഹായ് അയക്കുമ്പോൾ എപ്പോഴും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടിരിക്കുക എന്നാണ് നടക്കില്ല. എന്ന മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾ നമ്മൾ അറിയാറുണ്ടല്ലോ മെസ്സേജ് വന്നു എന്നുള്ളത്. നമ്മൾ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ പോലും മെസ്സേജ് വന്നോട്ടും എന്ന് പറഞ്ഞാൽ ട്യൂണ് വരാറുണ്ട്, മെസ്സേജ് വന്നത് കാണിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ എങ്ങനെ വരാൻ പറ്റും, അതിന് പുഷ് നോട്ടിഫിക്കേഷൻ സെർവറുകൾ യൂസ് ചെയ്യും. പുഷ് നോട്ടിഫിക്കേഷൻ സെർവർ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പുഷ് നോട്ടിഫിക്കേഷൻ, അതായത് നമ്മൾ സെർവറിന് ഹായ് അയക്കും, സെർവർ ദിൽഷാദിന് പുഷ് നോട്ടിഫിക്കേഷൻ സെർവറിന് കൊടുക്കും, പുഷ് നോട്ടിഫിക്കേഷൻ സെർവർ ദിൽഷാദിനെ അറിയിക്കും.
അത് ദിൽഷാദിൻ്റെ അറിഞ്ഞ ദിൽഷാദ് ഫോൺ ഒന്നെങ്കിൽ ദിൽഷാദ് ഫോൺ ഓപ്പൺ ചെയ്യും. ദിൽഷാദ് ഫോൺ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അവിടെ റിങ് ചെയ്യും, ഫോണിൽ അവിടെ അറിയുള്ളൂ. ദിൽഷാദ് അവിടെ ഫോൺ എടുത്തു എന്നോട് ചാറ്റ് ചെയ്യാൻ, എനിക്ക് തിരിച്ച് മറുപടി അയക്കാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ദിൽഷാദ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ പുഷ് നോട്ടിഫിക്കേഷൻ സെർവറിനല്ല പിന്നെ കൊടുക്കുന്നത്. ദിൽഷാദ് നേരെ സെർവറിന് എന്ത് ചെയ്യും, റിക്വസ്റ്റ് കൊടുക്കും, ഞാൻ ചാറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ചാറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, XMPPയും സിപ്പും വെബ് സോക്കറ്റൊക്കെ പറഞ്ഞില്ലേ, ആ ചാറ്റ് പ്രോട്ടോക്കോൾ ഇവിടെ വരും. ചാറ്റ് പ്രോട്ടോക്കോൾ ആക്റ്റീവ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ഞാനും ദിൽഷാദും കൂടി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുണ്ടാവും. ഫസ്റ്റത്തെ ഫോൺ സ്റ്റാൻഡ് ബൈ മോഡിലാകുമ്പോൾ പുഷ് നോട്ടിഫിക്കേഷൻ സെർവറിന് റിക്വസ്റ്റ് കൊടുക്കും. പുഷ് നോട്ടിഫിക്കേഷൻ സെർവർ എങ്ങനെ കോൺഫിഗർ ചെയ്യുക, അത് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ പോലുള്ള സർവീസുകൾ ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളത് എന്ത് ചെയ്യും, അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഇതേപോലെ നമ്മൾ പറഞ്ഞ Node.jsോ പൈത്തണോ അങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് സെർവറിൽ കോൺഫിഗർ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അത് കോഡ് എഴുതി നമ്മൾ പുഷ് നോട്ടിഫിക്കേഷൻ സെർവറിനെ സെറ്റപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഫസ്റ്റ് റിക്വസ്റ്റ് നമ്മൾ സെർവറിക്കേ കൊടുക്കുള്ളൂ, പക്ഷേ പുഷ് നോട്ടിഫിക്കേഷൻ സെർവറിന് അവിടെ റിക്വസ്റ്റ് പോകും. പുഷ് നോട്ടിഫിക്കേഷൻ സെർവർ ദിൽഷാദിനെ അറിയിക്കും. ദിൽഷാദ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെർവറിനായിട്ട് ദിൽഷാദിൻ്റെ ഫോൺ കണക്റ്റഡ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, പിന്നെ ഈ ഒരു എന്താ പറയുക ചാറ്റ് പ്രോട്ടോക്കോൾ വരും. ചാറ്റ് പ്രോട്ടോക്കോളും ഇവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവും. അപ്പോൾ ഞാനും ദിൽഷാദും പിന്നെ എന്ത് ചെയ്യും, ആക്റ്റീവായിട്ട് എന്ത് ചെയ്യും, സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും. ഈ ഒരു ചാറ്റ് പ്രോട്ടോക്കോൾ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആവും. അപ്പോൾ ഇങ്ങനെയാണ് ചാറ്റ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഐപിയും കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ ചാറ്റ് സെർവർ എന്ത് ചെയ്യും, ഇവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചാറ്റ് ചെയ്യും. പക്ഷേ പുഷ് നോട്ടിഫിക്കേഷൻ സെർവർ ചെയ്യുന്ന രീതി വേറെ തന്നെയാണ്. അതെന്ത് ചെയ്യുക, അത് ഞാൻ വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ പറ്റാവുന്നൊരു കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ IP അഡ്രസ്സ് സെർവറിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കോൺഫിഗറായിട്ടാണ് സെറ്റപ്പ് ചെയ്യണത്. ഓക്കെ, വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. ഇപ്പോൾ വീഡിയോ കോൾ, ഓഡിയോ കോളൊക്കെ നമ്മൾ ചെയ്യാമല്ലോ ഇൻ്റർനെറ്റിൽ, നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് വാട്സാപ്പിലൂടെ, അത് വേറെയും വർക്കിംഗ് ആണ്. അത് ശരിക്ക് ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഓക്കെ, അത് വേറെ രീതിയിലാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതൊരു ഇൻട്രൊഡക്ഷൻ തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെയൊക്കെ വെബ് ഡെവലപ്മെൻറ്റിലോട്ടും ഇതിൻ്റെ കോഡിങ്ങിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, XMPP, സിപ്പ്, വെബ് സോക്കറ്റ് എങ്ങനെ കോൺഫിഗർ, Node.js വഴി ചെയ്യാം, പൈത്തൺ വഴി ചെയ്യാം, അല്ലെങ്കിൽ .NET വഴി ചെയ്യാം, ജാവ വെച്ച് ചെയ്യാം, C++ വെച്ച് ചെയ്യാം, എന്നാൽ ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പുഷ് നോട്ടിഫിക്കേഷൻ സെർവറുകൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ വേർഡുകൾ ഓർത്ത് വയ്ക്കുക, എന്തിനാണെന്നുള്ളത് മാത്രം ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കോഡിങ്ങിൻ്റെ ട്യൂട്ടോറിയലുകൾ വരുമ്പോൾ പറയും. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ, ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതുപോലെ ഇത് എത്തിക്കാൻ മറക്കരുത്. ഇത് മറ്റുള്ളവർ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതിയ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക. ടെക്ക് പഠിക്കാൻ ഈ സമയത്ത്, പ്രത്യേകിച്ച് ക്വാറന്റൈനൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരായാലും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, കരിയർ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ 100K കോഡിങ് ചലഞ്ചൊക്കെ ഒന്ന് എടുത്തു കൊടുത്ത് നോക്കൂ. ചിലപ്പോൾ കോഡിങ്ങൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മാക്സിമം മറ്റുള്ളവർക്ക് കൂടി ടെക്നോളജി എത്തിക്കും. നമുക്ക് കേരളത്തിൽ ഒരുപാട് ചേഞ്ചസ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു ഓൾറെഡി. ഒരുപാട് കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറുള്ള ഫീൽഡും കൂടിയാണ്. അപ്പോൾ മറ്റുള്ള ആൾക്കാരും കൂടി ഇൻവൈറ്റ് ചെയ്യൂ. പലർക്കും അറിയില്ല അത് ഈസിയാണോ, ഡിഗ്രി വേണമെന്ന് പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിലോട്ട് നമ്മൾ ടെക്നോളജി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കൂ. എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.